എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മെയ് 8 നാളെ ചിന്മയ സ്വാമിജികളുടെ ബർത്ത്ഡേ ആണ്, അതായത് ജന്മദിനം. 108ാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഗുരു പാദുക സ്തോത്രം ചൊല്ലി അതിൻ്റെ വരികളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. സരസ്വത്യേ നമഃ, ഗണപതേ നമഃ. അനന്ത സംസാര സമുദ്രതാരാ നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഇതിൽ 9 ചെറിയ ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ 9ലും ഗുരുവിൻ്റെ പാദുകങ്ങളെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പാദുകങ്ങളെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു, അനന്ത സംസാര സമുദ്രധാര, അനന്തമായ ഈ സംസാര സാഗരത്തെ കടക്കാൻ നൗകായിദാഭ്യാം ഗുരുഭക്തിദാഭ്യാം, അതായത് നൗകയെപ്പോലെ ഈ സംസാര സാഗരത്തെ കടക്കാൻ നൗകയെപ്പോലെ പ്രവർത്തിക്കുന്നതും ഗുരുഭക്തിയെ പ്രദാനം ചെയ്യുന്നതും വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യം, വൈരാഗ്യ സാമ്രാജ്യത്തിന് നൽകുന്നതും പൂജിക്കപ്പെടുന്നതുമായ ഗുരുവിൻ്റെ പാദങ്ങളെ അല്ലെങ്കിൽ ഗുരുപാദങ്ങൾക്ക് നമസ്കാരം. അതാണ് ആദ്യത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം. കവിത്വവാരാശി നിശാഖരാഭ്യാം ദൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം ദൂരീകൃതാനം റവിഭത്തതിഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. പറയുന്നു, കവിത്വവാരാശി നിശാഖരാഭ്യാം, കവിപ്രതിഭയാകുന്ന സമുദ്രത്തിൽ നിന്നുയരുന്ന ചന്ദ്രനെ പോലെ ദൗർഭാഗ്യദാവാം ബുധമാലികാഭ്യാം, ദൗർഭാഗ്യമാകുന്ന കാട്ടുതീക്ക് മേഘസമൂഹമായിട്ടുള്ളതും ദൂരീകൃതാനമ്ര വിഭത്യതാഭ്യാം, നമസ്കരിക്കുന്നവരുടെ വിഭത്തുകളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്നതും ആയ ഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു. അപ്പോൾ ഗുരുവിനെ നമസ്കരിച്ച എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. നമ്മുടെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ, അതുപോലെ എല്ലാ പ്രയാസങ്ങളെയും കടക്കാൻ ഗുരുവിനെ നമസ്കരിക്കണം, ഗുരുവിൻ്റെ പാത പിന്തുടരണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നദായയോ ശ്രീപതിതാം സമീയോ കഥാചിദപ്യാശുദരിദ്രവർയാ മൂകാശവാചസ്പതിതാഹിതാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. പറയുന്നു, നദായയോ ശ്രീപതിതാം സമീയു യയോ കഥാചിത് നദ ദരിദ്രവര്യാഭി, അതായത് ഒരിക്കൽ നമസ്കരിച്ചിട്ടാണോ ഏത് നമസ്കരിച്ചിട്ടാണോ ദരിദ്രന്മാർ പോലും ആശു ശ്രീപതിതാം സമീയു, പെട്ടെന്ന് തന്നെ ആ സമ്പന്ന അവസ്ഥയെ പ്രാപിക്കുന്നത്. യയോ കഥാചിത് താ മൂക അഭി, അതായത് അവയിൽ ഒരിക്കൽ നമസ്കരിച്ചിട്ടാണോ മൂകന്മാർ പോലും വാചാലനാകുന്നത്. വാചസ്പതിത്വത്തെ, അതായത് വാചാലതയെ പ്രാപിക്കുന്നു. മൂകർക്ക് പോലും വാചാലനാവാൻ പറ്റുമെന്നാണ് പറയുന്നത്. താഭ്യാം ഗുരുപാദുകാഭ്യാം നമോ നമ, ആ ഗുരുപാദങ്ങൾക്കായിട്ട് നമ്മൾ നമസ്കരിക്കുന്ന ആ പാദങ്ങളെ, അതായത് മൂകരെ പോലും വാചാലനാക്കുന്നതാണ് ഗുരുവിൻ്റെ പാദുക സ്മരണ അല്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരാൾക്ക് നേടാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ ദരിദ്രനെ പോലും സമ്പന്നനാക്കുന്നു. അടുത്ത നാളീകനികാശപദാഹൃദാഭ്യാം നാനാവിമോഹാദിനിവാരിതാഭ്യാം നമഞ്ജനാഭീഷ്ടതതിപ്രദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. അപ്പോൾ നാളീകനീകാശപദാഹൃദാഭ്യാം, അതായത് താമരയ്ക്ക് തുല്യമായ പാദങ്ങളാൽ ധരിക്കപ്പെടുന്നതും
പിന്നെ നാനാവിമോഹാദി നിവാരികാഭ്യാം, മതമോഹങ്ങളെ ഇല്ലാതെയാക്കുന്ന, പലതരത്തിലുള്ള നാനാവിമോഹം, പലതരത്തിലുള്ള മതമോഹാദികളെ ഇല്ലാതെയാക്കുന്ന നമജ്ജനാഭീഷ്ടതതിപ്രദാഭ്യാം, നമിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ. പറയുന്നത് അപ്പോൾ ഗുരുവിൻ്റെ പാദുകങ്ങളെ നമിക്കുമ്പോൾ അത് എല്ലാം നമ്മുടെ മോഹങ്ങളെ ഇല്ലാതെയാക്കുന്നു, മതമോഹങ്ങളെ ഇല്ലാതെയാക്കുന്നു. പിന്നെ അതുപോലെ നമിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു. ഗുരുവിൻ്റെ ആ പാദുകങ്ങളിലുള്ള നമ്മുടെ ഭക്തി അല്ലെങ്കിൽ ആ പ്രണാമം. അപ്പോൾ അങ്ങനെയുള്ള പാദുകങ്ങളെ നമിക്കുന്നു. നമസ്കാരം. നൃപാളി മൗലി വ്രജരത്നകാന്തി സരിദ്വിരാജകന്യകാഭ്യാം നൃപത്വദാഭ്യാം നദലോകപങ്ക്തിർ നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. പറയുന്നത് നൃപാളി മൗലി വ്രജരത്നകാന്തി സരിദ്വിരാജത്ത്, അതായത് രാജസമൂഹത്തിൻ്റെ ശിരസമൂഹത്തിലെ, അതായത് കിരീടത്തിൽ രത്നപ്രകാശമാകുന്ന നദിയിൽ വിരാജിക്കുന്ന ചഷകന്യകാഭ്യാം, മത്സ്യങ്ങളെപ്പോലെ. പിന്നെ നദലോക പങ്ക്തിർ, നമിക്കുന്നവരുടെ കൂട്ടത്തിന്, നൃപത്വദാഭ്യാം, രാജപദവിയെ പ്രദാനം ചെയ്യുന്ന ആ ഗുരുപാദങ്ങൾക്ക് നമസ്കാരം. അപ്പോൾ പറയുന്ന ആരാണോ നമിക്കുന്ന അവർക്ക് ആ നമിക്കുന്നവരുടെ കൂട്ടത്തിന് രാജപദവിയാണത്ര ഗുരു പ്രദാനം ചെയ്യുക. അതുപോലെ രാജസമൂഹത്തിൻ്റെ ശിരസമൂഹത്തിലെ പ്രകാശമാകുന്ന നദിയിൽ വിരാജിക്കുന്ന മത്സ്യകന്യകകളെ പോലെ. അങ്ങനെ പിന്നെ അപ്പോൾ എന്താണെങ്കിലും പിന്നെ നമിക്കുന്നവർക്ക് പിന്നെ രാജപദവി നൽകുന്നു, അവരുടെ മോഹങ്ങളില്ലാതെയാവുന്നു, അവരുടെ മതമത്സര ചിന്തകൾ, മനസ്സിലെ എല്ലാ ഷഡ്വൈരികളെയും ഗുരു ഇല്ലാതെയാക്കുന്നു, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നു, പിന്നെ എല്ലാ സമ്പത്തും നൽകുന്നു. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇത് കുറച്ച് വിശദമായിട്ട് കുറേ പറയേണ്ടതാണ്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതാണ്. പാപാന്തകാരാർക്ക പരംപരാഭ്യാം താപത്രയാഹ്രീന്ദ്ര ഖഗേശ്വരാഭ്യാം ജാഡ്യാബ്ദി സംശോഷണഭാടവാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. പറയുന്ന പാപാന്തകാരാർക്ക പരമ്പരാഭ്യാം, അന്ധകാരത്തിന് പാപങ്ങൾ കൊണ്ടുള്ള ആ ഒരു ഇരുട്ടിന് സൂര്യസമൂഹമാണ്. അതുപോലെ താപത്രയാഹ്രീന്ദ്ര ഖഗേശ്വരാഭ്യാം, താപത്രയം 3 താപങ്ങളുണ്ട്. ആ 3 താപങ്ങൾ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. ആ താപത്രയങ്ങളാകുന്ന സർപ്പശ്രേഷ്ഠൻ ഗരുഡനാണ്. പിന്നെ ജാഡ്യാബ്ദി സംശോഷണ ഭാടവാഭ്യം, അതായത് അലസതയാകുന്ന സമുദ്രത്തെ വറ്റിക്കുന്ന അഗ്നിയായിട്ടുള്ള, അതായത് അലസതയാകുന്ന സമുദ്രത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആ സമുദ്രത്തെ വറ്റിക്കുന്ന അഗ്നിയാണ് ഗുരുവിൻ്റെ പാദുകങ്ങൾ. അപ്പോൾ ഇന്ന് അതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ പാദുകങ്ങളെ നമിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ആ ഭക്തി കൊണ്ട് നമ്മുടെ അലസത മാറുന്നു, മാത്രമല്ല നമ്മുടെ താപത്രയങ്ങൾ അകന്നു പോകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാതരം ദുഃഖങ്ങൾ, 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടെന്ന് നമ്മൾ പലയിടത്തായിട്ട് വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഇല്ലാതെയാകുന്നു. എല്ലാ പാപങ്ങൾക്കും പാപമാകുന്ന അന്ധകാരത്തിന് സൂര്യനായിട്ട് ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുമ്പോൾ ഗുരു നമുക്ക് വഴികാട്ടുമെന്നാണ് പറയുന്നത്. ശമാധിഷഡ്കപ്രദവൈഭവാഭ്യാം സമാധിദാന വ്രതദീക്ഷിതാഭ്യാം രമാദവാംഗ്രീ സ്ഥിരഭക്തിദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. പിന്നെ എന്താണ്? ശമാധിഷഡ്കപ്രദവൈഭവാഭ്യാം. ശമം എന്ന് പറയുന്നത് വളരെ നമ്മുടെ സമചിത്തത എന്ന് പറയുന്ന ഒരു ഗുണമാണ്. അങ്ങനെയുള്ള ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന വൈഭവത്തോടു കൂടിയ. പിന്നെ സമാധിദാന വ്രതദീക്ഷിതാഭ്യാം, അതായത് നമ്മൾ ചെയ്യുന്ന വ്രതത്തിൽ നിഷ്ഠയുള്ളവർ. വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യവും അത് നേടാൻ വേണ്ടി നമ്മളൊരു വ്രതനിഷ്ഠയോടുകൂടി അതിൽ തന്നെ ശ്രദ്ധിക്കുന്നതിനാണ് വ്രതനിഷ്ഠയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ.
രമാദവാംഗ്രി സ്ഥിരഭക്തിദാഭ്യാം. രമാദവാംഗ്രി അതായത് വിഷ്ണുപാദങ്ങളിൽ സ്ഥിരഭക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഗുരുവിനെ നമിക്കുമ്പോൾ. ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ. അപ്പോൾ പറയുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ എല്ലാ അഹങ്കാരം തുടങ്ങിയ എല്ലാത്തിനെയും ശമിപ്പിക്കുന്ന, അതുപോലെ വ്രതത്തിൽ നമ്മുടെ നിഷ്ഠയിൽ അതീവ നിഷ്ഠയുള്ള, അതുപോലെ വിഷ്ണുവിൽ സ്ഥിരഭക്തി പ്രദാനം ചെയ്യുന്ന ആ ഗുരുവിൻ്റെ പാദുകങ്ങൾക്ക് ആയിക്കൊണ്ട് നമസ്കാരം. സ്വാർച്ചാപരാണാം അഖിലേഷ്ടതാഭ്യാം സോഹാസഹായാക്ഷ ധുരന്ധരാഭ്യാം സ്വാന്താച്ഛഭാവപ്രദപൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. പിന്നെ പറയുന്നു തന്നെ അർച്ച പരാണം, അതായത് തന്നെ പൂജിക്കുന്നതിൽ മുഴുകിയവർക്ക് അഖില ഇഷ്ടതാഭ്യാം എല്ലാ ഇഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു ഗുരു. സ്വാഹായ സഹ അക്ഷദുരന്ധരാഭ്യാം അഗ്നിയെപ്പോലെ തേജസ്സുറ്റ ഇന്ദ്രിയങ്ങളുടെ ഭാരത്തെ വഹിക്കുന്ന സ്വാന്ത അച്ഛഭാവപ്രദപൂജനാഭ്യാം. പ്രദപൂജനാഭ്യാം. സ്വാന്ധ എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന് നൈർമല്യത്തെ കൊടുക്കുന്ന, അതായത് പൂജിക്കപ്പെടുന്ന അന്ധകരണം. നമ്മുടെ ഉള്ളിൽ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നൈർമല്യം, നിഷ്കളങ്കത അതൊക്കെ വന്നു ചേരും ക്രമേണ. അപ്പോൾ അതിന് ആ അന്ധകരണത്തിന്, നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്നൊക്കെ പറയാം, അന്ധകരണത്തിന് നൈർമല്യത്തെ കൊടുക്കുന്ന അതും പൂജിക്കപ്പെടുന്നതുമായ ഗുരുപാദുകങ്ങൾക്ക് നമസ്കാരം. പിന്നെ പറയുന്നു കാമാദിസർപ്പ വ്രജഗാരുഡാഭ്യാം വിവേകവൈരാഗ്യനിധിപ്രദാഭ്യാം ബോധപ്രദാഭ്യാം ദ്രുതമോക്ഷദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. പറയുന്നു കാമം തുടങ്ങിയ സർപ്പവ്രജാരൂഢാഭ്യാം. കാമാദി അതായത് കാമങ്ങൾ, പലതരം ആഗ്രഹങ്ങൾ സർപ്പം പോലെയാണെന്ന്. ആ സർപ്പക്കൂട്ടത്തിന് ഗരുഡമന്ത്രമായിട്ടുള്ളതും വിവേക വൈരാഗ്യ നിധിപ്രദാഭ്യാം, അതായത് ജ്ഞാനത്തിലൂടെ ആത്മബോധം, അറിവിലൂടെ മാത്രമേ നമുക്ക് ആ ബോധശക്തിയെക്കുറിച്ച് അറിയാൻ പറ്റൂ. ആ ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നതും ദ്രുതമോക്ഷദാഭ്യം വേഗത്തിൽ മോക്ഷത്തെ തരുന്ന മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ആ ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് ഒരു തടയിടാനാണ്. നമ്മൾ ഈ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അപ്പോൾ കാമാദി സർപ്പക്കൂട്ടങ്ങൾക്ക് ഗരുഡമന്ത്രമായിട്ടുള്ളതും വിവേകത്തിലൂടെ വൈരാഗ്യം, ജ്ഞാനം, വൈരാഗ്യം ഇതൊക്കെ കണക്റ്റഡാണ്. ജ്ഞാനം നേടുന്നതിലൂടെ വൈരാഗ്യത്തിലേക്ക് എത്തുന്നു. പിന്നെ ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നു. അതായത് നമ്മൾ ഈ ലോകം എന്ന് പറയുന്ന ഈ മായയാണെന്നും നമ്മളെ നിലനിർത്തുന്ന ആ ഒരു അനന്തബോധശക്തിയെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നതും അതാണ് ആത്മബോധത്തെ പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതൊരു ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ വേറെ എന്തൊക്കെ ചെയ്താലും ആ ഒരു ആത്മബോധം അല്ലെങ്കിൽ ആ ബോധശക്തി, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ബോധശക്തിയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. അതൊരു ഗുരുവിൻ്റെ വാക്കുകളിലൂടെയും ഗുരുവിനെ നിരന്തരമായിട്ട് പിന്തുടരുന്നതിലൂടെയും മാത്രമേ ലഭിക്കുള്ളൂ എന്ന് പറയുന്നു. ദ്രുതമോക്ഷദാഭ്യാം, അങ്ങനെ ആ ഒരു തപസ്, ഗുരുവിൻ്റെ പാദങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നത് തന്നെ ഒരു തപസ്സാണ്. അപ്പോൾ ആ ഒരു തപസ് തന്നെ ദ്രുതമോക്ഷദാഭ്യമാണ്, പെട്ടെന്ന് നമുക്ക് മോക്ഷത്തെ തരുന്നതാണ്. ആ പാദുകങ്ങൾക്ക് നമസ്കാരം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ആ ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് ഈ ഒരു ഗുരുപാദുക സ്തോത്രത്തിൽ പറയുന്നു. അപ്പോൾ എല്ലാം ഇതിൽ മൊത്തം 9 ശ്ലോകങ്ങളാണുള്ളത്. ഈ 9 ശ്ലോകത്തിലും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഈ സംസാരമാകുന്ന ഈ ദുരിതത്തിൽ നിന്ന്, ഈ സംസാരത്തിൽ ഒരുപാട് നമുക്ക് പ്രയാസങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ആർക്കും പിടികിട്ടാത്തതാണ്. അത് ഒരുപാട് ഷഡ്വൈരികൾ, അതായത് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാൽ
കലുഷിതമാണ്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ എങ്ങനെ മറികടന്ന് എങ്ങനെ ആ ഒരു ഭഗവാനെ എങ്ങനെ അറിയാം, അല്ലെങ്കിൽ ആ ആത്മബോധത്തിൽ നമ്മൾ എങ്ങനെ എത്താം, ഇതെല്ലാം ഗുരുവാണ് നമുക്ക് വഴികാട്ടുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ പാദകങ്ങളെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ തന്നെ നമസ്കരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയ ശങ്കരാചാര്യരെ പോലെയുള്ള ആചാര്യന്മാർ, ശങ്കരാചാര്യർക്ക് നമസ്കാരം. ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആചാര്യനെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് വിശിഷ്ടമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ഓരോ വാക്കുകളും. അപ്പോൾ അത് കുറച്ചെങ്കിലും താല്പര്യമുള്ളവർ അതെല്ലാം ശങ്കരാചാര്യ കൃതികളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അദ്വൈത സിദ്ധാന്തം നമുക്ക് എല്ലാ അജ്ഞാനത്തെയും മാറ്റി നമുക്ക് എന്താണ് ഈ ലോകം എന്ന്, എന്തിനാണ് നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞുതരും. അപ്പോൾ ആചാര്യസ്വാമികളെ പിന്തുടർന്ന ഒരു മഹാനായിട്ടുള്ള ഗുരുവാണ് ശ്രീ ചിന്മയാനന്ദ സ്വാമികൾ. അപ്പോൾ ആ ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവാണ് തപോവന സ്വാമികൾ. അപ്പോൾ എല്ലാ ഗുരു പരമ്പരകൾക്കും നമസ്കാരം. ഈ അവസരത്തിൽ നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഒരിക്കൽ കൂടെ ചിന്മയ സ്വാമികൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. എനിക്കും ചിന്മയ മിഷൻ്റെ ചിന്മയ വിദ്യാലയ, തിരുവനന്തപുരത്ത് ചിന്മയ വിദ്യാലയത്തിലാണ് ഞാൻ +2 കെമിസ്ട്രി ടീച്ചറായിട്ട് ഒരുപാട് വർഷം, 10-28 വർഷം വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുരുവിനോടുള്ള ആ ഒരു എന്താ പറയുക ബഹുമാനവും എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ചെറിയ അറിവാണെങ്കിലും അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അല്ലാതെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നതല്ല. നമ്മളെല്ലാം പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും വിപുലമാണ്, അത്രയ്ക്കും സങ്കീർണമാണ് നമ്മുടെ ഈ ഒരു വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുകളും ഭാഗവതവും ഗീതയും എല്ലാം തന്നെ. പക്ഷേ നമ്മൾ എപ്പോഴാണോ നമ്മളത് മനസ്സിലാക്കി തുടങ്ങുക, നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ ആ ഒരു ചെറിയ ഒരു ജോലിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യണമെന്നല്ല. പല പുസ്തകങ്ങളും വായിച്ചിട്ട് നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. താല്പര്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങൾ കൂടുതൽ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ചിന്മയാനന്ദ സ്വാമികളുടെയും ശങ്കരാചാര്യ സ്വാമികളുടെയും ഒക്കെ ഈ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പാദുകങ്ങൾ നമസ്കരിക്കാം. നമുക്ക് ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട്, സാധനയും അനുഷ്ഠാനവും ചെയ്ത് നമുക്ക് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും, നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന നൽകാൻ കഴിയുമോ എന്നും നമുക്ക് ആലോചിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാമിജിയുടെ ചിന്മയ ജയന്തി ആശംസകൾ. ഹരി ഓം. ഓം തത്സത്.